ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്റ്റീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. ലാബ് അസിസ്റ്റൻറ്റ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നോക്കുന്നത്. ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് ഏത് എക്സാമിൽ നിന്നാണ് നോക്കാം. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, അനിമൽ ഹസ്ബൻഡറി, ഇടുക്കി കണ്ണൂർ ഡിസ്ട്രിക്ട്. ഡേറ്റ് ഓഫ് എക്സാം 11/8/2015. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 149/2015. ഇന്നത്തെ ക്ലാസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പ്ലസ് മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസത്തെ ഫിസിക്സ് പാർട്ട് 2 ക്ലാസ്സിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ആൻസറിലൊന്നും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല. ഓപ്ഷൻ വൈസ് എക്സ്പ്ലനേഷനിലാണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു: ഐഡൻറ്റിഫൈ ദ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതെന്നായിരുന്നു ചോദ്യം. ആൻസർ റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത് ഓപ്ഷൻ വൈസ് എക്സ്പ്ലനേഷനിലാണ്. എക്സ്ട്രാ പോയിൻറ്റ്സ് എക്സ്പ്ലനേഷൻ സമയത്താണ് നമുക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രെസ് ഫോഴ്സ് ബൈ ആക്സലറേഷൻ എന്നാണ് ബൈ മിസ്റ്റേക്ക് ആഡ് ചെയ്തത്. ഫോഴ്സ് ബൈ ആക്സലറേഷൻ അല്ല, കറക്റ്റ് ആയിട്ടുള്ളത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ആക്സലറേഷൻ അല്ല, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് വന്നാൽ ഞാൻ നിങ്ങളോടൊക്കെ സോറി പറയുന്നു. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് കമൻറ്റായിട്ട് പറഞ്ഞ കുട്ടിക്ക് വളരെയധികം താങ്ക്സ് പറയുന്നു. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. പിന്നെ ഇതുപോലെയുള്ള മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് പറയുക, നമ്മളതനുസരിച്ച് തിരുത്തുന്നതാണ്. ഇനിയുള്ള ക്ലാസ്സുകളിൽ മിസ്റ്റേക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഇനി എന്നാലും എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഇതുപോലെ തന്നെ തിരുത്തുക. ഇനി നമ്മൾ ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ക്ലാസ്സിലോട്ട് പോവുകയാണ്. 80 ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസും 20 ക്വസ്റ്റ്യൻസ് ജി കെ ആണ്. ജി കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ജി കെ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് പഠിക്കാനില്ല. ആദ്യത്തെ ചോദ്യം: ദ നോർമൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഈസ്. ദ നോർമൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഈസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 2 ml/minute, ഓപ്ഷൻ ബി 2 ml/second, ഓപ്ഷൻ സി 2 liter/minute, ഓപ്ഷൻ ഡി 2 liter/second. ദ നോർമൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഈസ് ആൻസർ 2 ml/second ആണ്. നോർമൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് 2 ml/second. PSCയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരമാണ് ഈ മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ നോർമൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഈസ് 2 ml/second. അപ്പോൾ എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് നോക്കാം. ദ എമൗണ്ട് ഓഫ് ദ ഫിൽട്രേറ്റ് formed by kidneys per minute is called glomerular filtration rate, GFR. GFR in a healthy individual is approximately 125 ml/minute. Per മിനിറ്റിൽ കിഡ്നിയിൽ ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിൻ്റെ എമൗണ്ടിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അഥവാ GFR എന്ന് പറയുന്നത്. GFR in a healthy individual is approximately 125 ml/minute. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 125 ml/minute. മില്ലിലിറ്റർ/മിനിറ്റിലാണ് ഇവിടെ വാല്യൂ തന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോ യൂണിറ്റ്സും ശ്രദ്ധിച്ച് പഠിക്കുക. NCERT ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ് വായിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ദ ഫിൽട്രേറ്റ് ഫൗണ്ട് ബൈ ദ കിഡ്നീസ് പെർ മിനിറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, GFR. GFR in a healthy individual is approximately 125 ml/minute. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് 125 ml/minute. കറക്റ്റായിട്ട് 125 എന്ന് പറയാൻ പറ്റില്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 120 to 125 റേഞ്ച് ഒക്കെ വരാം. അപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. 120 to 125 റേഞ്ചിലുള്ള ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ യൂണിറ്റ് ശ്രദ്ധിക്കുക, 1/minute. നോർമൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കിട്ടുന്ന ആൻസർ 120 ml/minute എന്നാണ്. 120 ml/minute. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ, കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷനും 2 എന്ന വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. 2 ml/minute, 2 ml/second, 2 liter/minute, 2 liter/second. അപ്പോൾ ഈ ഒരു ആൻസർ എങ്ങനെയാണ് വന്നത്? അതിനാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ലബോറട്ടറി അസിസ്റ്റൻറ്റ് എക്സാമിന് പഠിക്കുന്നവരാണ്, നിങ്ങൾ ലാബിലൊക്കെ വർക്ക് ചെയ്യേണ്ടവരാണ്. അപ്പോൾ നിങ്ങൾ കൺവേർഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ന്യൂമറിക്കൽ കൺവേർഷൻസ് ഒക്കെ, മാത്തമാറ്റിക്കൽ കൺവേർഷൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് ലാബിൽ ധാരാളം സൊല്യൂഷൻസും മീഡിയംസും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കൺവേർഷനൊക്കെ വരും അവിടെ. അപ്പോൾ കൺവേർഷനൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ജസ്റ്റ് പറഞ്ഞു പോകാതെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ml/minute എന്ന വാല്യൂവിലാണ് കൂടുതൽ ഉത്തരം വരുന്നത്, 120 ml/minute. പക്ഷേ ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന നോക്കൂ, എല്ലാം 2 എന്ന വാല്യൂലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ്, PSCക്ക് തെറ്റ് പറ്റിയതാണോ? PSCക്ക് തെറ്റ് പറ്റിയതൊന്നുമല്ല, PSC കറക്റ്റായിട്ട് തന്നെയാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവം, യൂണിറ്റ് മാറ്റിയാണ് തന്നിരിക്കുന്നത്. 120 ml/minute തുല്യമാണ് 2 ml/second എന്നുള്ളത്. ഈ 120 ml/minute എങ്ങനെയാണ് 2 ml/second ആയെന്ന് നോക്കാം. കൺവേർഷൻ നോക്കാം. ml/second ആക്കുന്നത് എങ്ങനെയാണ്? ഡിവൈഡ് ദ വോളിയം ബൈ ടൈം വാല്യൂ ബൈ 60. തന്നിരിക്കുന്ന ml/minute വാല്യൂവിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ml/second വാല്യൂ കിട്ടും. അങ്ങനെയാണ് ഈ ഒരു 120 ml/minute എന്ന വാല്യൂ
2 milliliter per second ആയത്. ഇവിടെ മില്ലിലിറ്റർ പെർ മിനിറ്റുള്ള വാല്യൂ 120 ആണ്. 120യെ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് സിമ്പിൾ കണക്കാണ്. 120നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 എന്നുള്ള വാല്യൂ കിട്ടും. ഈ 2 അതുപോലെ തന്നെ ഇവിടെ യൂണിറ്റ് എഴുതുമ്പോൾ എന്താണെന്ന് നോക്കുക. 2 milliliter per second. ഇവിടെ എല്ലാ ആൻസറും 2 എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട യൂണിറ്റ് ആണ് 2 milliliter per second. 120 milliliter per മിനിറ്റിനെ മില്ലിലിറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന വാല്യൂവിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മില്ലിലിറ്റർ പെർ മിനിറ്റിനെ മില്ലിലിറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 120/60 2. സോ ഹിയർ ദ ആൻസർ 2 milliliter per second. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്ര സമയം എടുത്തത് ഈ കൺവേർഷനൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ദ നോർമൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഈസ്, അപ്പോൾ നിങ്ങൾ നോക്കുക ഓപ്ഷനിലെ ആൻസർ കൊടുത്തിരിക്കുന്ന യൂണിറ്റ് ശ്രദ്ധിക്കും. മില്ലിലിറ്റർ പെർ മിനിറ്റിലാണെങ്കിൽ നിങ്ങൾ നോക്കുക 120 to 125 റേഞ്ചിലുള്ളിലാണോ. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത് 125 milliliter minute. മോസ്റ്റ് ഓഫ് ദി ജേർണൽസിലും കൊടുത്തിരിക്കുന്നത് നോർമൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് 120 milliliter per minute. ഇനി അങ്ങനെയല്ല, യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് മില്ലിലിറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്യുക. മില്ലിലിറ്റർ പെർ മിനിറ്റിനെ മില്ലിലിറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇക്വേഷൻ പറഞ്ഞു തന്നു. മില്ലിലിറ്റർ പെർ മിനിറ്റിനെ മില്ലിലിറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന മില്ലിലിറ്റർ പെർ മിനിറ്റിലെ വാല്യൂവിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിൻ്റെ യൂണിറ്റ് ആയിട്ട് ml per second. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 120 എന്നുള്ള വാല്യൂ ആണ്. 120/60 ചെയ്യുമ്പോൾ 2 എന്ന വാല്യൂ കിട്ടും. 120 milliliter per മിനിറ്റിനെ മില്ലിലിറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 milliliter per second എന്നുള്ള വാല്യൂ കിട്ടും. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ കോസേറ്റീവ് ഏജൻറ്റ് ഓഫ് സിഫിലിസ്. സിഫിലിസ് എന്ന രോഗത്തിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് അഥവാ രോഗകാരി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സാൽമണല്ല ടൈഫി, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കൈ, ഓപ്ഷൻ സി ട്രിപ്പനീമ പല്ലിഡം, ഓപ്ഷൻ ഡി സർസീനിയ. ഡാഷ് ഈസ് ദ കോസേറ്റീവ് ഏജൻറ്റ് ഓഫ് സിഫിലിസ്. ആൻസർ ട്രിപ്പനീമ പല്ലിഡം. Treponema pallidum is the causative agent of syphilis. Treponema pallidum is the causative agent of syphilis. ഈ Treponema pallidum എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. മൂന്നാമത്തെ ചോദ്യം, എ പ്ലേറ്റ്ലെറ്റ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. എ പ്ലേറ്റ്ലെറ്റ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ റീസ് എക്കർ സൊല്യൂഷൻ, ഓപ്ഷൻ ബി ഹിംഗിൾ മാൻസ് ഫ്ലൂയിഡ്, ഓപ്ഷൻ സി ഡങ്കേഴ്സ് ഫ്ലൂയിഡ്, ഓപ്ഷൻ ഡി ഹൈംസ് ഫ്ലൂയിഡ്. എ പ്ലേറ്റ്ലെറ്റ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. റീസ് എക്കർ സൊല്യൂഷൻ. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. പ്ലേറ്റ്ലെറ്റ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, റീസ് എക്കർ സൊല്യൂഷൻ. ഇവിടെ മറ്റ് ഓപ്ഷൻസ് നോക്കാം. ഹിംഗിൾസ്മാൻസ് ഫ്ലൂയിഡ്, ഹിംഗിൾസ്മാൻസ് ഫ്ലൂയിഡ്, ഈസ്നോഫിൽ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, ഡങ്കേഴ്സ് ഫ്ലൂയിഡ്, ഈസ്നോഫിൽ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, ഹെംസ് ഫ്ലൂയിഡ്, RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. അപ്പോൾ ഹിംഗിൾമാൻസ് ഫ്ലൂയിഡും ഡങ്കേഴ്സ് ഫ്ലൂയിഡും ഈസ്നോഫിൽ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡാണ്. എന്താണ് ഈസ്നോഫിൽ? ഈസ്നോഫിൽ ഒരു WBC ആണ്. WBC വൈറ്റ് ബ്ലഡ് സെൽ. ഹെംസ് ഫ്ലൂയിഡ് RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. അടുത്ത ചോദ്യം എന്തായിരുന്നു? പ്ലേറ്റ്ലെറ്റ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. പ്ലേറ്റ്ലെറ്റ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, റീസ് എക്കർ സൊല്യൂഷൻ. ഇപ്പോൾ സമയക്കുറവുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ PPT കളോട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഫോമിലാക്കാത്തത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചോദ്യപേപ്പർ വായിച്ചു. ചോദ്യപേപ്പറിൽ തന്നെ ആൻസറും എക്സ്പ്ലനേഷൻ തന്നു പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് പറയുക. NCERT ക്വസ്റ്റ്യൻസൊക്കെ PPT ഫോമുള്ള പ്രസൻറ്റേഷൻ ഫോമിൽ തന്നെയായിരിക്കും ആഡ് ചെയ്യുന്നത്. 80 ക്വസ്റ്റ്യൻസും സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോമിൽ അനാലിസിസ് ചെയ്ത് ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൻ്റെ അഭിപ്രായം തീർച്ചയായും പറയുക. നാലാമത്തെ ചോദ്യം, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സെൽ ഗ്രൂപ്പിംഗ്, ഓപ്ഷൻ ബി ക്രോസ് മാച്ചിങ്, ഓപ്ഷൻ സി സെറം ഗ്രൂപ്പിംഗ്, ഓപ്ഷൻ ഡി RH ടൈപ്പിംഗ്. Bombay blood group can be detected by. Answer: serum grouping. Bombay blood group can be detected by serum grouping. അഞ്ചാമത്തെ ചോദ്യം, ഫാദർ ഓഫ് മൈക്രോബയോളജി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ ബി ലൂയിസ് പാസ്റ്റർ, ഓപ്ഷൻ സി റോബർട്ട് കോച്ച്, ഓപ്ഷൻ ഡി റോബർട്ട് ഹുക്ക്. ഫാദർ ഓഫ് മൈക്രോബയോളജി. ആൻസർ: ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ, ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫാദർ ഓഫ് മൈക്രോബയോളജി ആന്റൺ വോൺ ല്യൂവൻഹുക്ക്. ആറാമത്തെ ചോദ്യം, സ്റ്റെയിനിങ് മെത്തേഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹോർമോണൽ സ്റ്റാറ്റസ് ഇൻ സൈറ്റോളജി. സ്റ്റെയിനിങ് മെത്തേഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹോർമോണൽ സ്റ്റാറ്റസ് ഇൻ സൈറ്റോളജി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഷോർസ് സ്റ്റെയിൻ, ഓപ്ഷൻ ബി ആൽബർട്ട് സ്റ്റെയിൻ, ഓപ്ഷൻ സി ഗിംസ സ്റ്റെയിൻ, ഓപ്ഷൻ ഡി പാപ്പ് സ്റ്റെയിൻ.
staining method for the demonstration of hormonal status in cytology? Answer, Shor's stain. Staining method for the demonstration of hormonal status in cytology, Shor stain. ഏഴാമത്തെ ചോദ്യം, CAMP test is used for the identification of options. Option A, M. pneumonia, Mycobacterium pneumoniae. Option B, Strep agalactiae, Streptococcus agalactiae. Option C, Strep pneumoniae, Streptococcus pneumoniae. Option D, Staph aureus, Staphylococcus aureus. CAMP test is used for the identification of Strep agalactiae. Streptococcus agalactiae എന്ന ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് CAMP ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. CAMP test is used for the identification of Streptococcus agalactiae. Streptococcus agalactiae ഒരു ബാക്ടീരിയ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ടേം കണ്ടു, ഈ ക്വസ്റ്റനിൽ നിങ്ങളൊരു ടേം കണ്ടു, CAMP ടെസ്റ്റ്. എന്താണ് CAMP എന്നതിൻ്റെ CAMPയുടെ ഫുൾ ഫോം നോക്കാം. CAMP ഫുൾ ഫോം ക്രിസ്റ്റി ആറ്റ്കിൻസൺ മുൻഷ് പീറ്റേഴ്സൺ. CAMP ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് Streptococcus agalactiae. എട്ടാമത്തെ ചോദ്യം, ദ അബ്നോർമൽ യൂറിനറി പ്രോട്ടീൻ സീൻ ഇൻ മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗാവസ്ഥയിൽ കാണപ്പെടുന്ന അബ്നോർമൽ യൂറിനറി പ്രോട്ടീൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്, ഓപ്ഷൻ എ ആൽബുമിൻ, ഓപ്ഷൻ ബി ബെൻസ് ജോൺസ് പ്രോട്ടീൻ, ഓപ്ഷൻ സി പെപ്റ്റിഡോഗ്ലൈക്കൻ, ഓപ്ഷൻ ഡി സി റിയാക്റ്റീവ് പ്രോട്ടീൻ. ദ അബ്നോർമൽ യൂറിനറി പ്രോട്ടീൻ സീൻ ഇൻ മൾട്ടിപ്പിൾ മൈലോമ. ബെൻസ് ജോൺസ് പ്രോട്ടീൻ. ദ അബ്നോർമൽ യൂറിനറി പ്രോട്ടീൻ സീൻ ഇൻ മൾട്ടിപ്പിൾ മൈലോമ, ബെൻസ് ജോൺ പ്രോട്ടീൻ. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിരവധി ചോദ്യപേപ്പറുകൾ ഈ ഒരു ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒൻപതാമത്തെ ചോദ്യം, ഇൻ വെസ്റ്റർജൻസ് മെത്തേഡ് ഓഫ് ESR estimation, the anticoagulant and blood used in the ratio. Options, option A 4:1, option B 1:9, option C 9:1, option D 1:4. In Westergen's method of ESR estimation, the anticoagulant and blood used in the ratio. Answer 1:4. ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ആൻറ്റികോയാഗുലൻറ്റ് ബ്ലഡ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ 1:4. ഇനി തിരിച്ച് ബ്ലഡ് ഈസ് ടു ആൻറ്റികോയാഗുലൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ 4:1. ഇൻ വെസ്റ്റർജൻസ് മെത്തേഡ് ഓഫ് ESR എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്. ഇൻ വെസ്റ്റർജൻസ് മെത്തേഡ് ഓഫ് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് ESR, ദ ആൻറ്റികോയാഗുലൻ്റ് ആൻഡ് ബ്ലഡ് യൂസ്ഡ് ഇൻ ദ റേഷ്യോ 1:4. പത്താമത്തെ ചോദ്യം, Beer-Lambert's law is the working principle of. Options, option A spirometer, option B glucometer, option C colorimeter, option D albuminometer. Beer-Lambert law is the working principle of. Answer, colorimeter. Beer-Lambert law is the working principle of. Answer, colorimeter. മറ്റ് 3 ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സ്പൈറോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സ്പൈറോമീറ്റർ മെഷർ ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ആൻഡ് എക്സ്പയർഡ് ബൈ ദ ലങ്സ്. സ്പൈറോമീറ്റർ മെഷേഴ്സ് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ആൻഡ് എക്സ്പയർഡ് ബൈ ദ ലങ്സ്. ഗ്ലൂക്കോമീറ്റർ മെഷർ ദ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് മെഷർ ചെയ്യാനാണ് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ആൽബുമിനോമീറ്റർ. ആൽബുമിനോമീറ്റർ ഈസ് യൂസ് ടു ടെസ്റ്റ് ദ എമൗണ്ട് ഓഫ് ദ ആൽബുമിൻ പ്രോട്ടീൻ ഇൻ എ സ്പെസിമിൻ ഓഫ് യൂറിൻ. ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷനിൽ ബ്ലഡ്, ഒരു ക്വസ്റ്റനിൽ ബ്ലഡ് ആണോ യൂറിനാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് ബ്ലഡ് സാമ്പിളും യൂറിൻ സാമ്പിളും ഒക്കെ പഠിക്കാനുണ്ട്. ആൽബുമിനോമീറ്റർ ടെസ്റ്റ് ദ എമൗണ്ട് ഓഫ് ആൽബുമിൻ പ്രോട്ടീൻ ഇൻ എ സ്പെസിമെൻ ഓഫ് യൂറിൻ. യൂറിൻ സാമ്പിളിൽ ആൽബുമിൻ പ്രോട്ടീൻ്റെ എമൗണ്ട് ഡിറ്റക്ട് ചെയ്യാനാണ് ആൽബുമിനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ആൽബുമിനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ precipitation. Spirometer measure the volume of air inspired and expired by the lung. Glucometer measure the amount of glucose in blood. Albuminometer testing the amount of the albumin protein in a specimen of urine. Principle precipitation. അടുത്ത ചോദ്യം എന്തായിരുന്നു? Beer-Lambert law is the working principle of colorimeter. 11ാമത്തെ ചോദ്യം, ലാർജസ്റ്റ് WBC, ഏറ്റവും വലിയ വൈറ്റ് ബ്ലഡ് സെൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്, ഓപ്ഷൻ എ ലിംഫോസൈറ്റ്, ഓപ്ഷൻ ബി മോണോസൈറ്റ്, ഓപ്ഷൻ സി ഹിസ്റ്റോസൈറ്റ്, ഓപ്ഷൻ ഡി ലെപ്റ്റോസൈറ്റ്. ലാർജസ്റ്റ് WBC മോണോസൈറ്റ്. ഏറ്റവും വലിയ വൈറ്റ് ബ്ലഡ് സെൽ മോണോസൈറ്റ് ആണ്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ലാർജസ്റ്റ് WBC ഫുൾ ഫോം വൈറ്റ് ബ്ലഡ് സെൽ. വൈറ്റ് ബ്ലഡ് സെൽ അറിയപ്പെടുന്നത് ലൂക്കോസൈറ്റ്. അപ്പോൾ ലാർജസ്റ്റ് WBC ഓർ വൈറ്റ് ബ്ലഡ് സെൽ ഓർ ലൂക്കോസൈറ്റ് എന്ന് പറയുന്നത് മോണോസൈറ്റ് ആണ്. ഏറ്റവും വലിയ വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ലൂക്കോസൈറ്റ് മോണോസൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് WBC പഠിക്കുമ്പോൾ സ്മോളസ്റ്റ് WBC കൂടി അറിഞ്ഞിരിക്കുക. ലിംഫോസൈറ്റ്, ഏറ്റവും സ്മോളസ്റ്റ് വൈറ്റ് ബ്ലഡ് സെൽ ഓർ സ്മോളസ്റ്റ് WBC എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണ്.
ഇവിടെ ഓരോ ടേമും ശ്രദ്ധിച്ച് വായിക്കുക. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ലൂക്കോസൈറ്റ്, ഹിസ്റ്റോസൈറ്റ്, എറിത്രോസൈറ്റ് എന്നൊക്കെയുള്ള ടേംസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്നതാണ് വൈറ്റ് ബ്ലഡ് സെൽ. വൈറ്റ് ബ്ലഡ് സെൽ അഥവാ WBC എന്ന് പറയുന്നത് ലൂക്കോസൈറ്റ്. മോണോസൈറ്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് വൈറ്റ് ബ്ലഡ് സെൽ അഥവാ ലാർജസ്റ്റ് ലൂക്കോസൈറ്റ്. ഇനി സ്മോളസ്റ്റ് വൈറ്റ് ബ്ലഡ് സെൽ അഥവാ സ്മോളസ്റ്റ് ലൂക്കോസൈറ്റ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ് ആണ് ഏറ്റവും ചെറിയ വൈറ്റ് ബ്ലഡ് സെൽ. ഓരോ ടൈമും ശ്രദ്ധയോടെ വായിച്ച് പഠിക്കുക. 12ാമത്തെ ചോദ്യം, സ്റ്റഡി ഓഫ് ജോയിൻസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സൈറ്റോളജി, ഓപ്ഷൻ ബി ഓസ്റ്റിയോളജി, ഓപ്ഷൻ സി ആർത്രോളജി, ഓപ്ഷൻ ഡി മൈക്കോളജി. സ്റ്റഡി ഓഫ് ജോയിൻസ് ഈസ് കോൾഡ് ആർത്രോളജി. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. സ്റ്റഡി ഓഫ് ജോയിൻസ് ആർത്രോളജി. സ്റ്റഡി ഓഫ് ജോയിൻസ് ആർത്രോളജി. മറ്റ് ഓപ്ഷൻസ് നോക്കാം. സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെൽ, ഓസ്റ്റിയോളജി, സ്റ്റഡി ഓഫ് ബോൺസ്, മൈക്കോളജി, സ്റ്റഡി ഓഫ് ഫംഗസ്. സ്റ്റഡി ഓഫ് ഫംഗസ്, മൈക്കോളജി. അതുപോലെ തന്നെ ഫൈക്കോളജി ഉണ്ട്, സ്റ്റഡി ഓഫ് ആൽഗെ. സ്റ്റഡി ഓഫ് ആൽഗെ ഫൈക്കോളജിയാണ്. സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെൽ, ഓസ്റ്റിയോളജി, സ്റ്റഡി ഓഫ് ബോൺ, മൈക്കോളജി, സ്റ്റഡി ഓഫ് ഫംഗസ്, ഫൈക്കോളജി, സ്റ്റഡി ഓഫ് ആൽഗെ. ഇത് നിങ്ങൾക്ക് അതൊരു ടാസ്ക്കായിട്ട് തരണം എന്ന് വിചാരിച്ചാണ്. പിന്നെ എക്സാം എടുത്തത് കൊണ്ടാണ് ഞാൻ ടാസ്കൊന്നും തരാത്തത്. ഇപ്പോൾ സ്റ്റഡി ഓഫ് ജോയിൻസ് ആർത്രോളജി. 13ാമത്തെ ചോദ്യം, H5N1 ഈസ് എ. H5N1 ഈസ് എ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രോട്ടോസോവൻ ഡിസീസ്, ഓപ്ഷൻ ബി വൈറൽ ഡിസീസ്, ഓപ്ഷൻ സി ഫംഗൽ ഡിസീസ്, ഓപ്ഷൻ ഡി ബാക്ടീരിയൽ ഡിസീസ്. H5N1 ഈസ് എ വൈറൽ ഡിസീസ്. H5N1 എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ്. വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസാണ് H5N1. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. H5N1 ഈസ് എ വൈറൽ ഡിസീസ്. H5N1 എന്ന് പറയുന്നൊരു വൈറൽ ഡിസീസാണ്. അപ്പോൾ നമ്മളൊരു ടേം കണ്ടു H5N1. H5N1 ഈസ് ഓൾസോ നോൺ ആസ് ഏവിയൻ ഇൻഫ്ലുവൻസ ഓർ ബേർഡ് ഫ്ലൂ. പക്ഷിപ്പനി എന്നറിയപ്പെടുന്നതാണ് H5N1. ഏവിയൻ ഇൻഫ്ലുവൻസ ഓർ ബേർഡ് ഫ്ലൂ. H5N1 പോലെ തന്നെയാണ് H1N1. ഇതും ഒരു വൈറൽ ഡിസീസാണ്. H1N1 ഈസ് സ്വൈൻ ഫ്ലൂ. H5N1 ഏവിയൻ ഇൻഫ്ലുവൻസ, ബേർഡ് ഫ്ലൂ. H1N1 സ്വൈൻ ഫ്ലൂ. 14ാമത്തെ ചോദ്യം, ദ നോർമൽ സ്പേം കൗണ്ട് ഈസ്. ഓപ്ഷൻ എ 80 to 160 million per milliliter, option B 20 to 40 million per milliliter, option C 4.5 to 6 million per milliliter, option D 100 to 140 million per milliliter. The normal sperm count is 80 to 160 million per milliliter. 15ാമത്തെ ചോദ്യം, ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഇൻ ഹെമറ്റോളജി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ACD, ഓപ്ഷൻ ബി CPDA, ഓപ്ഷൻ സി EDTA, ഓപ്ഷൻ ഡി CPD. ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഇൻ ഹെമറ്റോളജി. ആൻസർ EDTA. ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഇൻ ഹെമറ്റോളജി EDTA. ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കുന്നത് അല്ലെങ്കിൽ രക്തം ക്ലോട്ട് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ആൻറ്റികോയാഗുലൻസ് എന്ന് പറയുന്നത്. ആൻറ്റികോയാഗുലൻ്റ് എക്സാമ്പിൾ EDTA, ഹെപ്പാരിൻ. ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യം ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഇൻ ഹെമറ്റോളജി EDTA. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫൈനൽ ആൻസർക്ക് പ്രകാരമാണ് ഇവിടെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുന്നത്. എക്സ്ട്രാ പോയിന്റ് നോക്കാം. ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഇൻ ഹെമറ്റോളജി EDTA ഫുൾ ഫോം എത്തലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. എത്തലൈൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. ഹെമറ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. 16ാമത്തെ ചോദ്യം, മുള്ളേഴ്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ്. Muller's method is used for demonstrating. Options: option A flagella, option B pili, option C capsule, option D spore. Muller's method is used for demonstrating capsule. 17ാമത്തെ ചോദ്യം, in automated blood cell analyzer, blood cells are counted by. Options: option A impedance, option B absorbance, option C transmittance, option D refraction. In automated blood cell analyzer, blood cells are counted by impedance. Extra point നോക്കാം. In automated blood cell analyzer, blood cells are counted by impedance. Fully automated hematology analyzer employ two principal methods of counting blood cell: volumetric impedance and light scatter technique. 18ാമത്തെ ചോദ്യം, which of the following factor increases ESR value? ESR erythrocyte sedimentation rate value. തന്നിരിക്കുന്ന ഏത് ഫാക്ടറാണ് എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ
വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആൽബുമിൻ, ഓപ്ഷൻ ബി സ്പിറോസൈറ്റ്, ഓപ്ഷൻ സി മൈക്രോസൈറ്റ്, ഓപ്ഷൻ ഡി കൊളസ്ട്രോൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഇൻക്രീസസ് ESR വാല്യൂ? കൊളസ്ട്രോൾ. 19ാമത്തെ ചോദ്യം ബ്ലഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് സഹൽസ് പിപ്പറ്റ്. സഹൽസ് പിപ്പറ്റിൻ്റെ ബ്ലഡ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 0.2 ml, ഓപ്ഷൻ ബി 0.02 ml, ഓപ്ഷൻ സി 2 ml, ഓപ്ഷൻ ഡി 20 ml. ബ്ലഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് സഹൽസ് പിപ്പറ്റ്. ആൻസർ 0.02 ml. എക്സ്ട്രാ പോയിന്റ് നോക്കാം. ബ്ലഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് സഹൽസ് പിപ്പറ്റ് 0.02 ml. ഇവിടെ ഒരു കൺവേർഷൻ കൊടുത്തിട്ടുണ്ട് 20 മൈക്രോ ലിറ്റർ. സഹൽസ് പിപ്പറ്റിൻ്റെ ബ്ലഡ് ക്യാരിയിങ് കപ്പാസിറ്റിയൊക്കെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ചിലപ്പോൾ മൈക്രോ ലിറ്ററിലായിരിക്കും തരുന്നത്. സഹൽസ് പിപ്പറ്റിൻ്റെ ബ്ലഡ് ക്യാരിയിങ് കപ്പാസിറ്റി 20 മൈക്രോ ലിറ്റർ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെ മൈക്രോ ലിറ്ററിലല്ല വാല്യൂ കൊടുത്തിരിക്കുന്നത്, പകരം ML വാല്യൂ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് മൈക്രോ ലിറ്ററിനെ ML കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. 1 milliliter, 1 ml ഈക്വൽ ടു 1000 മൈക്രോ ലിറ്റർ. 1 ml ഈക്വൽ ടു 1000 മൈക്രോ ലിറ്റർ. 1 മൈക്രോ ലിറ്റർ ഈക്വൽ ടു 0.001 milliliter. അതായത് ഇവിടെ 20 മൈക്രോ ലിറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. 20 മൈക്രോ ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൈക്രോ ലിറ്റർ എന്ന വാല്യൂ ആയിരിക്കും നമ്മൾ കൂടുതലെല്ലാവരും വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. 20 മൈക്രോ ലിറ്ററിലുള്ള വാല്യൂവിനെയാണ് നമുക്ക് ML കൺവേർട്ട് ചെയ്യേണ്ടത്. 1 മൈക്രോ ലിറ്റർ ഈക്വൽ ടു 0.001 ml തന്നിട്ടുണ്ട്. 1 മൈക്രോ ലിറ്റർ ഈക്വൽ ടു 0.001 ml മില്ലി ലിറ്റർ. ഇപ്പോൾ 20 എന്നുള്ള വാല്യൂ നമുക്കുണ്ട്. 20 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. 20 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 0.02 എന്നുള്ള വാല്യൂ കിട്ടും. ഈ 0.02 ആണ് ഇവിടെ 0.02 ml. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇപ്പോൾ 20 മൈക്രോ ലിറ്ററിനെ കൺവേർട്ട് ചെയ്ത് ML ആക്കിയത് എങ്ങനെയാണ്? 1 മൈക്രോ ലിറ്റർ എന്ന് പറയുന്നത് 0.001 ml ആണ്. അതായത് 1 ml എന്ന് പറയുന്നത് 1000 മൈക്രോ ലിറ്റർ ആണ്. അപ്പോൾ 1 മൈക്രോ ലിറ്റർ എന്ന് പറയുന്നത് 1/1000 ചെയ്യുക. 1/1000 ഈക്വൽ ടു 0.001 ml. നമുക്ക് 20 മൈക്രോ ലിറ്ററിനെയാണ് ML കൺവേർട്ട് ചെയ്യേണ്ടത്. സോ 20 ഡിവൈഡഡ് ബൈ 1000 0.02 ml. 20 മൈക്രോ ലിറ്റർ ഈക്വൽ ടു 0.02 ml. ഈ ക്വസ്റ്റിന് ആൻസർ നമുക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. മാത്തമാറ്റിക്കൽ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ബ്ലഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് സഹൽസ് പിപ്പറ്റ് 0.02 ml. 20ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെഡ് സെൽ ഇൻഡിസസ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ MCH, ഓപ്ഷൻ ബി MCD, ഓപ്ഷൻ സി MCP, ഓപ്ഷൻ ഡി MCHC. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെഡ് സെൽ ഇൻഡിസസ്? റെഡ് സെൽ ഇൻഡിസസ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ MCP ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ജേർണൽസും ബുക്കും നമ്മൾ റെഫർ ചെയ്തപ്പോൾ MCHും MCHCയും റെഡ് സെൽ ഇൻഡിസസ് ആണ്. MCD എന്നൊരു വാല്യൂ എവിടെയും കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എക്സ്ട്രാ പോയിൻറ്റ്സ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെഡ് സെൽ ഇൻഡിസസ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ റെഡ് സെൽ ഇൻഡിസസ് അല്ലാത്തത് എന്നാണ് ചോദ്യം. നോട്ട് എന്നൊരു വാക്കുണ്ട്. നോട്ട് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. നോട്ട് എ റെഡ് സെൽ ഇൻഡിസസ്. റെഡ് സെൽ ഇൻഡിസസ് അല്ലാത്തത്. PSC ഫൈനൽ ആൻസർക്ക് പ്രകാരം തന്നിരിക്കുന്ന ഉത്തരം MCP ആണ്. എന്താണ് റെഡ് സെൽ ഇൻഡിസസ് നോക്കാം. What is a red cell indices? A red cell indices or RBC indices measure the size, shape and quality of red blood cells. എന്താണ് റെഡ് സെൽ ഇൻഡിസസ്? ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ സൂചിക, സൂചിപ്പിക്കുന്ന വസ്തുക്കൾ. അപ്പോൾ റെഡ് സെൽ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റെഡ് സെൽ സൂചിക എന്ന് പറയുന്നത് മെഷേഴ്സ് ദ സൈസ്, ഷേപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBCയുടെ സൈസ്, ഷേപ്പ്, ക്വാളിറ്റി എന്നിവ മെഷർ ചെയ്യുന്ന ഇൻഡിസസിനെയാണ് റെഡ് സെൽ ഇൻഡിസസ് ഓർ റെഡ് ബ്ലഡ് സെൽ ഇൻഡിസസ് എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻ റെഡ് സെൽ ഇൻഡിസസ് അല്ലാത്ത എന്നാണ്. PSCയുടെ ആൻസർ പ്രകാരം MCP ആണ് ആൻസർ. പക്ഷേ ഓപ്ഷൻ ബി ആയ MCD എന്താണെന്നുള്ളത് പോയിന്റ് റെഫർ ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നോക്കാം. പ്രധാനമായിട്ടും 4 റെഡ് ബ്ലഡ് സെൽ ഇൻഡിസസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 റെഡ് ബ്ലഡ് സെൽ ഇൻഡിസസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 MCH ഫുൾ ഫോം മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ. 2 MCHC മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. 3 MCV മീൻ കോർപ്പസ്കുലാർ വോളിയം. 4
RCW റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഡ് സെൽ ഇൻഡിസസ് MCH, MCHC, MCV, RCW. MCH മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ, MCHC മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ, MCV മീൻ കോർപ്പസ്കുലാർ വോളിയം, RCW റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്. PSCയുടെ ആൻസർ പ്രകാരം MCP റെഡ് സെൽ ഇൻഡിസസ് അല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ നൽകുന്ന MCD എന്താണെന്നുള്ളത് റെഫർ ചെയ്തിട്ട് കിട്ടിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ്